അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 30 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു 10-15 ചെറിയ വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, അതുപോലെ തന്നെ ഈ വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി. ഇതൊന്ന് ഞാനൊന്ന് ചതച്ചെടുക്കും. പിന്നെ നമുക്ക് തേങ്ങ വേണം. തേങ്ങ ഞാൻ വറക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. കുറച്ച് മല്ലി, ഉണക്കമുളക് മാത്രം മതി. അത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ഇതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. വല്ലാണ്ടൊന്നും അരയണ്ട, ഒന്ന് ചതച്ചാൽ മതി. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി, 4-5 ഉണക്കമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല ചുമക്കനെ വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മൂത്ത് വരട്ടെ. ഇതിലേക്കൊരു 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അത് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് വല്ലാണ്ട് മൊരിയണമെന്നൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അധികം മൂക്കണമെന്നൊന്നുമില്ല. നമുക്ക് എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. എടുത്തു വെച്ച കറിവേപ്പില നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഈ അരച്ച് വെച്ചത് ഈ വറുത്ത് വെച്ചത് നന്നായിട്ട് മിക്സിയുടെ ബൗളിലിട്ടിട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ വെള്ളം ഇല്ലാണ്ട് തന്നെ അരച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാലും നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല കളർ കിട്ടുള്ളൂ. അരച്ചെടുക്കാം. ഇതിന് വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ട്. ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പം നല്ല കളറായിട്ട് ഇരുന്നോളൂ. ഇടയ്ക്ക് ചിക്കനൊന്ന് തുറന്ന് ഇളക്കി നോക്കണം. ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിക്കാം. ചിക്കനൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ മിശ്രിതം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കഴുകിയിട്ടുള്ള വെള്ളം, കൂടുതൽ വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് ഇത് കിടന്ന് നല്ലോണം തിളച്ച് എല്ലാം ഒന്ന് മിക്സായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വയ്ക്കാം.
ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ഉടച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. സൈഡൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഗ്രേവിയൊക്കെ പാകത്തിനുള്ള ഗ്രേവിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചവെള്ളം ഒഴിക്കണ്ട. ഇതിനകത്തേക്ക് ഞാനിനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇത് ഇത്ര മതി. ഞാനിത് ഇളക്കണില്ല. ഇപ്പം ഞാനിത് വറുത്തിടുന്നുണ്ട്. നമുക്ക് പതുക്കെ ഇതൊന്നും മാറ്റി വെച്ചിട്ട് വറുക്കാനായിട്ട് വയ്ക്കാം. കടുക് വറുക്കണില്ല, ഞാൻ ഉള്ളി വറുത്തിടുന്നുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിക്കാം. നമ്മൾ ആ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടില്ല അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഇത് നമുക്കിനി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് സെർവിങ് ഡിഷിൽ വയ്ക്കാം. ചോറിൻ്റെ കൂടെ കുറച്ച് സാലഡ്, ചിക്കൻ. അപ്പോൾ ചോറും നാടൻ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി നല്ല വറുത്തരച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയതാണ്. ട്രൈ ചെയ്യൂ. ഇതുപോലത്തെയുള്ള നല്ല നാടൻ റെസിപ്പിയും അതുപോലെ ടേസ്റ്റുള്ള റെസിപ്പി ആയിട്ടുള്ള ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.